ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം 1 യോഹന്നാൻ 5:12. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. വാഗ്ദത്ത മശീഹയായ യേശുക്രിസ്തുവാണ് ദൈവപുത്രൻ. പിതാവായ ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. ദൈവപുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്ത ഒരുവന് ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായകയാൽ അവനെ അസത്യവാദിയാക്കുന്നു. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ ഒരുവന് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. യഥാർത്ഥവും സമൃദ്ധവുമായ ജീവൻ നേടുവാനുള്ള ഏക മാർഗം യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. കർമ്മമാർഗങ്ങളിലൂടെയോ മറ്റേതൊരു മാർഗത്തിലൂടെയോ നേടാവുന്നതല്ല നിത്യജീവൻ. ദൈവത്തിൽ നിന്നുള്ള ദാനമായ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശു ക്രിസ്തുവിനോട് തുടർമാനമായ ഐക്യതാ ബന്ധമുണ്ടായിരിക്കേണ്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നെഴുതിയിരിക്കുന്നു. അതായത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ നാം എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. വെളിച്ചമാകുന്ന യേശുവിനേക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്ന ഒരു ലോകത്തിൽ നാം ജീവിക്കുന്നു. കാരണം മനുഷ്യരുടെ പ്രവൃത്തികൾ ദോഷമുള്ളതാകുന്നു. വെളിച്ചമായ രക്ഷകനായ നിത്യജീവനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടും അവനെ സ്വീകരിക്കാത്തവനുമേൽ ന്യായവിധി വന്നു കഴിഞ്ഞു. യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുകയില്ല. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല എന്നതിൽ ക്രിസ്തുവിനെ നിരസിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ്. യേശു ക്രിസ്തു ആരാണെന്നും അവൻ മനുഷ്യരാശിക്ക് വേണ്ടി നേടിയത് എന്താണെന്നുമുള്ള സാക്ഷ്യത്തെ അവിശ്വസിക്കുന്നത് അപകടകരമാണ്. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്നുള്ള ഉറപ്പാണ് നിത്യജീവൻ. നിത്യജീവനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവപുത്രനായ യേശുവിനെ സ്വീകരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us.